നേരം വലുത് ചൂട് അങ്ങോട്ട് എടുക്കണം കേട്ടോ. എനിക്ക് തോന്നണേ ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ചൂട് എടുത്തതും കൊണ്ടാണോ എനിക്കിങ്ങനെ ചൂടുകൊണ്ട് മിറ്റടിക്കാൻ കുറച്ച് തോനെ കിട്ടിയെന്നൊരു സംശയം ഉണ്ട് കേട്ടോ. കാരണം പണ്ടാരോ ഒരു സെല്ല് പറയലുണ്ടായിരുന്നേ നമ്മൾ പിറ്റേന്ന് തന്നെ ചൂടെടുക്കരുത് എന്തോ എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ഒരു കണ്ടമാനം മിറ്റുണ്ട് ഇവിടെ അടിക്കാൻ കേട്ടോ. അത് ഏതായാലും വണ്ടിയിൽ ഒരു ഭാഗത്തെ മരങ്ങൾ കുറച്ചൊക്കെ അങ്ങോട്ട് പോയി കൊണ്ട് ഒരു സമാധാനം ഉണ്ട്. ഇന്ന് എന്താണെന്ന് അറിയില്ല, അതിനകത്ത് ഇലകളൊന്നും വീണിട്ടില്ല. ഏതായാലും വേണ്ടിയില്ല, മിറ്റൊക്കെ ഒന്ന് അടിച്ച് ഇതാക്കട്ടെ വിചാരിച്ചിട്ട് മിറ്റത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. ചായയും കാര്യങ്ങളൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞാണ്ട് പണി കഴിഞ്ഞാൽ നമ്മളെ മിറ്റത്തൊക്കെ ഇറങ്ങാൻ കഴിയൂട്ടോ. ഭയങ്കര വെയിലും ചൂടുമാട്ടോ. മരങ്ങളെല്ലാം അങ്ങനെയാണ്, പിന്നെ മരങ്ങളില്ലാത്ത ഒരു ഭാഗത്തേക്ക് പൊരിഞ്ഞ വെയിലാട്ടോ. ഏതായാലും മരങ്ങൾ പോയതൊന്നും എനിക്ക് വിഷമമല്ല കേട്ടോ. കാരണം ഞാൻ അതിനകത്ത് നമ്മുടെ മിറ്റടിക്കലും കുപ്പടിക്കലും കിണറിൻ്റെ വല ഇതും പോക്കലും ഏതാനും ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അതിന് നമുക്ക് കുറച്ച് എന്തെങ്കിലും തൈകളും വായൊക്കെ നട്ട് പിടിപ്പിക്കണം കേട്ടോ. അവിടെ കയറിൻ്റെ തെങ്ങും കാവുമൊക്കെ അതിന് നേരെ ഒന്ന് വളരണം. എല്ലാം വളഞ്ഞു വയ്ക്കും കേട്ടോ. മരങ്ങൾ അടിപടിയും കണ്ടമാനം മരങ്ങൾ അപ്പുറത്തുണ്ടായിട്ട് തെങ്ങും കാവും ഒന്നും ഒരു ഊർത്തതി ഇല്ലാണ്ടായിരുന്നു വളരുന്നത്. അതിനൊക്കെ ഒന്ന് ഊർത്തതിയാക്കണം, കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ. അങ്ങനെ ഇതാക്കണം. കുറച്ച് ഈ ഇല അടിച്ചാ തീരാത്ത അതിനകത്തുണ്ട്. ഏതാനും എല്ലാം കൂടി ഇങ്ങോട്ട് അടിച്ചു കൂട്ടുക കേട്ടോ. അങ്ങനെ ഇന്ന് പുട്ടായിരുന്നു. പുട്ടും കാര്യങ്ങളൊക്കെ ചുട്ട് തിന്നതിന് ശേഷമാണ് ക്ലാസ്സിൽ പോയത്. ഇത് ഞങ്ങളെ ഷെഫിൽ സാറാട്ടോ. മൂപ്പര് ഇതുവരെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സില്ല. പുതിയ ബാച്ച് അവിടെ തുടങ്ങിയത് കൊണ്ട് മൂപ്പരെ കാണാൻ തന്നെ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഓരോ ക്ലാസ്സിൽ നിന്ന് പോയതിന് ശേഷമാണ് അങ്ങനെ പിന്നെ ഞാൻ കുറേ ക്ലാസ്സും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇമെയിലൊന്ന് ആടാൻ ഭയങ്കര സുഖമാട്ടോ. അപ്പോൾ എല്ലാവരും പോയപ്പോൾ കുറച്ച് നേരം ഇമെയിൽ ആടട്ടെ വിചാരിച്ചിട്ടാണ് ഇവിടെ കുത്തിരുന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കുത്തിരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ക്ലാസ്സിലാരും ഇല്ല കേട്ടോ. എല്ലാവരും പോയതിന് ശേഷം കേട്ടോ. അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. വേറെ രണ്ടാൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, ഓലല്ലാതെ ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാനും ഈറ്റ ഒരു ചെയർ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പോയി വില ചോദിച്ചപ്പോൾ 5000 ഉറുപ്പ്യ കേട്ടോ. പിന്നെ ഞാനങ്ങനെ എല്ലാം അങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. 5000 ഉറുപ്പ്യൻ്റെ ചെയർമാനൊന്നും ഇരിക്കാൻ ഞാനായിട്ടില്ലാന്ന്. അങ്ങനെ പിന്നെ എനിക്ക് വിശന്നപ്പോൾ ഞാൻ പോയി ഒരു ബിരിയാണി കഴിച്ചുകൊണ്ട് പിന്നെ ഇതാക്കണം വീണ്ടും അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഇതാക്കണം ക്ലാസ്സിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. ക്ലാസ് കയറിയതിന് ശേഷമാണ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 ദിവസമായി ആ വർക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പെട്ടെന്ന് വേഗം തന്നെ ഇന്ന് ഞാൻ വേഗം ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ ഞാൻ കുറേ ലേറ്റായിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മറ്റുള്ളവരോട് ചോദിക്കാൻ അവിടെ ഓഫീസിലെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ആരോടൊക്കെങ്കിലുമൊക്കെ ചോദിച്ച് ഇങ്ങനെ കുത്തിയിരിക്കുള്ളൂ ഞാൻ. അപ്പം ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ മരം മുറിച്ച ഭാഗത്ത് കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാണ്ടായിരുന്നു. ഏതായാലും അവിടെ ഒന്ന് നന്നാക്കണം, വളവും എന്തെങ്കിലും 2 വായ നടണം, തെങ്ങിനൊന്ന് നൂർത്തണം, അങ്ങനത്തെ കുറേ ലക്ഷ്യങ്ങളായിട്ട് നേരത്തെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഇവിടെ എല്ലാം കൂടി വൃത്തിയാക്കട്ടെ വിചാരിച്ചാണ്ട് ചൂട് എടുത്ത് ഇങ്ങോട്ട് പോകുന്ന കേട്ടോ. രാവിലെ വൈകുന്നേരമൊക്കെ ചൂലിൻ്റെ ഞാൻ പറയണ്ടേ ചൂലെന്തോ കൂട്ടുകൂടിയ മാതിരിയാണ്. ഇങ്ങനെ ചൂല് ഇവിടുത്തെ ചൂലൊക്കെ തേഞ്ഞ് തീർന്നാണ് കേട്ടോ. വാങ്ങാൻ പോലും ചൂല് കിട്ടാണ്ടായിരിക്കും. ഏതാനും വേണ്ടിയില്ല ഈ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി ഇവിടെ എല്ലാം കൂടി വൃത്തിയാക്കി നമ്മൾ ഇതാക്കണം. തെങ്ങിൻ്റെ അടിയിൽ തെങ്ങിന് തണുപ്പും കിട്ടിയല്ലോ. പിന്നെ ഇല ഉണ്ടെങ്കിൽ കുറേ ഇല ഞാൻ അപ്പുറത്തേക്ക് വാരിയിട്ടിക്കണം. ബാക്കിയൊക്കെ ഇതാക്കണം ഇതിൻ്റെ ചോട്ടിലോട്ടാണ്. കാരണം ഇതിന് തണുപ്പ് കിട്ടട്ടെ വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നു, അതിനെല്ലാം കൂടി ഒപ്പിച്ച് ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാക്കണ നമ്മളെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കയറുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഇടുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുന്നുള്ള പ്രതീക്ഷയോടുകൂടി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. ആയി വന്നതുകൊണ്ടേ